ഓം നമഃശിവായ. ഭാരതചന്ദ്രികയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിന് സമാരംഭം കുറിക്കാം. ഓം ധവളാവകുണ്ഠനവതി തേജോമയീം നൈഷ്ഠികീം വിലോകിനീം ഭഗവതി അന്ധസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിദ്ധസൂക്തിം ഈശ്വരീ. അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് യോഗ, വേദോപനിഷത്തുകൾ, രാമായണം തുടങ്ങിയ വിഷയങ്ങളിൽ ഒട്ടനവധി ചർച്ചകളും കോഴ്സുകളും ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായും നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ മഹാഭാരതത്തിന് വളരെയധികം പ്രാധാന്യം നൽകി ഒട്ടനവധി ചർച്ചകളും ക്ലാസ്സുകളും പണ്ഡിത ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. ഭഗവത്ഗീതയെ കുറിച്ച് നാം എല്ലാവരും വായിച്ചും കേട്ടും എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഒരു കശാപ്പുകാരനായ വ്യാധന്റെ ഗീതയെ കുറിച്ച് അധികം ആരും കേൾക്കാനിടയില്ല. ഇന്നിവിടെ ഈശ്വരൻജിയുടെ നേതൃത്വത്തിൽ വ്യാധഗീത, കശാപ്പുകാരന്റെ ധർമ്മോപദേശം എന്ന വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, വാൽമീകി രാമായണം തുടങ്ങിയ വിഷയങ്ങളിൽ അതീവ പാണ്ഡിത്യമുള്ള ശ്രീ കാനപ്പുറം ഈശ്വരൻ നമ്പൂതിരി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഇദ്ദേഹം ഇതിനോടൊപ്പം തന്നെ കേരള ആധ്യാത്മിക പ്രഭാഷക സമിതി അധ്യക്ഷൻ, ഭാരതീയ വിചാര കേന്ദ്രം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകളും നിർവഹിച്ചു വരുന്നു. ഈശ്വരൻജിയെ ഭാരതചന്ദ്രിക എന്ന മഹാഭാരത പഠന പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമ്മോട് സംവദിക്കുവാനും വ്യാധഗീതയെ കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അറിവുകൾ പകർന്നു നൽകാനും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നരനാരായണ മഹർഷയേ നമഃ. ശ്രീ വേദവ്യാസ മഹർഷയേ നമഃ. ശ്രീകൃഷ്ണായ നമഃ. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഹ പേവീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിബലപ്രധ്വംസി അശ്രേയസേ. ഭാരതചന്ദ്രിക എന്ന ഈ സജ്ജന സംഗമ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായിട്ട് മഹാഭാരതത്തിന്റെ ഒരു പൊതുവെയുള്ള ദാർശനികതയെക്കുറിച്ചും പിന്നീട് ഒരു 3 മഹാഭാരത കഥാപാത്രങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഭാരതചന്ദ്രിക എന്ന ഈ ഒരു പരമ്പര, പ്രഭാഷണ പരമ്പര വളരെ അർത്ഥവത്തായ ചർച്ചകളിലേക്ക് നയിക്കുന്നു എന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. വീണ്ടും അത് തുടരാൻ തീരുമാനിച്ചതിലും വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഭാരവാഹികളെ പ്രത്യേകിച്ചും എൻ്റെ കൃതജ്ഞതയും കൃതാർത്ഥതയും അഭിനന്ദനവും അറിയിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് മഹാഭാരതത്തിലെ വ്യാധഗീത എന്ന ഒരു ഭാഗമാണ്. ഒരു 10 അധ്യായങ്ങളിലായിട്ട് ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തില് 206 മുതൽ 215 വരെയുള്ള 10 അധ്യായങ്ങളാണ് വ്യാധഗീത എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ബ്രാഹ്മണ വ്യാധ സംവാദം എന്ന പേര് അറിയപ്പെടുന്ന ഈ കഥാഭാഗം അല്ലെങ്കിൽ സംവാദം. വനപർവത്തില് ഈ സംവാദം നടക്കുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ചൂതുകളിൽ പരാജയപ്പെട്ട പാണ്ഡവന്മാർ 5 പേരും പാഞ്ചാലിയും 12 വർഷത്തെ വനവാസത്തിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പ്രവേശിച്ചു. അവര് രാജകുമാരന്മാരാണ്, സുഖഭോഗങ്ങൾ അനുഭവിച്ച് വളർന്നവരാണ്. എന്നിരുന്നാലും കാട്ടിലെത്തിയിട്ടും
അവർ വളരെ ആനന്ദത്തോടെയാണ് കഴിഞ്ഞത്. ദുഃഖമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരുടെ ദുഃഖം അവരുടെ നഷ്ടപ്പെട്ട ദായാദ് അല്ലെങ്കിൽ അവരുടെ അധികാരം എങ്ങനെ തിരിച്ചു നേടാം എന്നുള്ളതിനെ കുറിച്ച് ദുഃഖമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ വ്യാധഗീതയിൽ തന്നെ ഒരിടത്ത് പറയുന്നത് പോലെ ധർമ്മം ചെയ്യുന്നവൻ ധർമ്മത്തെ എന്നും വിടാതെ പിന്തുടരുന്ന ആളുകൾ വാസ്തവത്തില് എന്നും ആനന്ദിക്കുകയാണ്. ആ ആനന്ദം പാണ്ഡവന്മാർക്ക് ഈ 12 വർഷവും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നത് മഹാഭാരതം വായിച്ച് നമുക്ക് മനസ്സിലാകും. നിത്യേന എന്നോണം നിരന്തരമായിട്ട് അവർക്ക് സജ്ജനങ്ങളുടെ സമാഗമം ഉണ്ടായി കാട്ടത്തിൽ. നിരവധി പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണര് അവർക്ക് എന്നും അതിഥികളായിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് എന്നും ദാർശനിക സംവാദങ്ങൾ, ധാർമ്മിക സംവാദങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചു. നിരവധി പുണ്യതീർത്ഥങ്ങളെ അവർക്ക് കാണാനും സ്നാനം ചെയ്യാനും അവിടെ വെച്ചൊക്കെ നിരവധി മഹർഷിമാരെ കാണാൻ, നാരദ മഹർഷി, മാർക്കണ്ഡേയ മഹർഷി, സൗമ്യൻ, വ്യാസൻ മുതലായിട്ട് നിരവധി മഹാത്മാക്കൾ, ശ്രീകൃഷ്ണൻ, ബലരാമൻ മുതലായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ നിരവധി മഹാത്മാക്കളെ ദർശിക്കാനും അവരുമായിട്ട് ധർമ്മ സംവാദങ്ങൾ ചെയ്യാനും അവരിൽ നിന്നും ഒരുപാട് പഠിക്കാനും തപസ് ചെയ്യുന്നതിലൂടെ ദിവ്യമായ ആയുധങ്ങൾ അതുപോലെ അസ്ത്രങ്ങൾ നേടാനും ഒക്കെ തന്നെ അവർക്ക് സാധിച്ചു. അത് അവരുടെ ജീവിതത്തിലെ വളരെ ധന്യമായ നിമിഷങ്ങളാണ് എന്ന് നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാകും. അങ്ങനെയൊക്കെ അവര് കാട്ടില് കാമ്യക വനം എന്ന് പേരുള്ള ഒരു വനത്തില് അവര് കഴിയുന്ന സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ എത്തിച്ചേർന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ സാക്ഷാൽ മാർക്കണ്ഡേയ മഹർഷി അവിടെ വന്നെത്തി. മാർക്കണ്ഡേയ മഹർഷി എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം പുരാണപ്രസിദ്ധനാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈശ്വര ഭജനം ചെയ്ത് ദീർഘായുസ് നേടിയ ആളാണ്. അനേകം യുഗങ്ങളോളം തപസ് ചെയ്തിട്ട് നേടിയ ആ തപസ്വാധ്യായ നിരതനായ ആ മഹർഷി വര്യൻ ഇന്നും 16 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ യുവത്വം തുളുമ്പുന്ന മുഖത്തോട് തേജസ്സോട് കൂടിയിട്ടുള്ള ആ മഹർഷി വര്യൻ അവിടെ വന്നെത്തി അവരുടെ അതിഥിയായിട്ട് വന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവന്മാർക്ക് ധർമ്മോപദേശം നൽകി. നിരവധി കഥകളും നിരവധി തത്വചിന്തകളും അദ്ദേഹം പാണ്ഡവന്മാർക്ക് കൊടുത്തു. അതിനിടയിൽ യുധിഷ്ഠിര മഹാരാജാവ് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊരു ചോദ്യം മാർക്കണ്ഡേയ സമാസ്യ പ്രശ്നം എന്നാണ് ഈ ഭാഗത്തിന്റെ പേര്. വനപർവ്വത്തിനകത്ത് തന്നെ നടക്കുന്ന ഈ ഒരു കഥാ സന്ദർഭത്തിന്റെ അല്ലെങ്കിൽ പ്രകരണത്തിന്റെ ശീർഷകം മാർക്കണ്ഡേയ സമാസ്യ പ്രശ്നം അല്ലെങ്കിൽ മാർക്കണ്ഡേയ സമാസ്യ പർവം എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. സമാസ്യ എന്നും സമസ്യ എന്നും കാണാൻ സാധിക്കും. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ തർജ്ജമയിൽ സമസ്യ എന്നാണ്, ഗീതാപ്രസന്റെ പുസ്തകത്തിൽ സമാസ്യ എന്നാണ്. അപ്പൊ സമസ്യ എന്ന് വെച്ചാൽ ചോദ്യം തന്നെയാണ്. സമാസ്യ എന്ന് വെച്ചാൽ സമാസാധനം ചെയ്ത എന്ന് വെച്ചാൽ അടുത്തേക്ക് വന്നു ചേർന്നിരിക്കുന്ന, നേടിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ മാർക്കണ്ഡേയന്റെ സാമീപ്യം അവർക്ക് കിട്ടിയത് കൊണ്ട് അതിന് മാർക്കണ്ഡേയ സമാസ്യ എന്ന് വിളിക്കാൻ തെറ്റില്ല. ഏതായാലും അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ വിഷയം നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കേണ്ടത് കൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോ അവിടെ ചോദ്യം വന്നത് പതിവ്രതകളായ സ്ത്രീകളുടെ മഹത്വം എന്താണ് എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. പതിവ്രതകളായ സ്ത്രീകള്, പതിശുശ്രൂഷണം ചെയ്യുന്ന സ്ത്രീകള്, അതുപോലെ അച്ഛനമ്മമാരെ ശുശ്രൂഷ ചെയ്യുന്ന മക്കള്, അവരുടെ മഹത്വം എന്താണ്, അവരുടെ ധർമ്മത്തിന്റെ വൈശിഷ്ട്യം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച സമയത്ത് മാർക്കണ്ഡേയ മഹർഷി ഹന്തദേഹം സമാഖ്യാസ്യേ പ്രശ്നമേതം സുദുർവചം തത്വേന ഭരതശ്രേഷ്ഠ കഥതസ്തന്യബോധമേ, ഞാൻ അങ്ങക്ക് ഇത് പറഞ്ഞു തരാം, അങ്ങ് ശ്രദ്ധയോടെ കേട്ടോളൂ. മാതൃസ്തു ഗൗരവാദന്യേ പിതൃനന്യേതു മേനിരേ ദുഷ്കരം ഗുരുതേ മാത വിവർദ്ധയിതയാ പ്രജാഹ. അവിടെ അദ്ദേഹം മാർക്കണ്ഡേയ മഹർഷി അച്ഛനെ അപേക്ഷിച്ച് അമ്മയ്ക്ക് ഒരു തൂക്കം കൂടുതലാണ് എന്നുള്ള ഒരു
കാര്യം പറയുന്നു. ചില ആളുകൾ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഗൗരവം കൊടുക്കുന്നു. ചില ആളുകൾ അച്ഛന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പരന്തു ദുഷ്കരം കുരുതേ മാതാ വിവർദ്ധയതിയ പ്രജാഹ. അമ്മയാണ് ദുഷ്കരമായ ഈ പ്രസവം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നത് കാണാം. ഏതായാലും അച്ഛനമ്മമാരെ പരിചരിക്കുക, വളരെ പ്രയാസപ്പെട്ട് മക്കളെ വളർത്തുക മുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആ അച്ഛനമ്മമാരെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് പരമധർമ്മമാണ്. പ്രത്യേകിച്ച് ഒരു ഗൃഹസ്ഥന് അത് ഏറ്റവും ശ്രേഷ്ഠധർമ്മമാണ് എന്ന കാര്യം പറയുന്നു. അത് ഒരു തപസ്സിന്റെ ഭാഗമാണ് എന്ന് ആണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ വ്യാധഗീത എന്ന പ്രകരണം ഇതോടെ പറയുകയാണ്. ഒരു കഥാരൂപത്തിലാണ് തുടങ്ങുന്നത്. കശ്ചിത് ദ്വിജാതിപ്രവരോ വേദാധ്യായി തപോധന തപസ്വി ധർമ്മശീലശ്ച കൗശകോ നാമ ഭാരത. ഏതോ ഒരു ബ്രാഹ്മണൻ വേദാധ്യയനം ചെയ്യുന്നവനും തപസ് ചെയ്യുന്നവനും അതുപോലെ ധർമ്മശീലനുമായിട്ടുള്ള കൗശികൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ എവിടെയോ ഏതോ കാലത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. പഠിക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം വേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഒരു കാലത്ത് കുറെ നേരം കഴിച്ചുകൂട്ടി. അപ്പൊ അവിടെ ആ വൃക്ഷത്തിന്റെ മുകളിൽ ഒരു വലാക പക്ഷി, ആ പക്ഷി യാദൃച്ഛികമായിട്ട് അവിടെ വന്നു. തയാ പുരീഷമുത്സൃഷ്ടം ബ്രാഹ്മണശ്ച തദോപരി. ആ വലാക പക്ഷി അവിടെ ഒരു കാര്യം ഒപ്പിച്ചു. അത് ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഈ തപോധനനായ ബ്രാഹ്മണന്റെ ശിരസിലേക്കായിരിക്കണം, അദ്ദേഹത്തിന്റെ മുകളിലേക്ക് തന്നെ പറഞ്ഞുള്ളൂ. പുരീഷം ഉത്സൃഷ്ടം, അത് കാഷ്ടിച്ചു. പക്ഷി കാഷ്ടിച്ചാൽ നമുക്കറിയാം, നമുക്ക് ആർക്കും അത് ഇഷ്ടാവില്ല. അങ്ങനെ കാഷ്ടിച്ചു. അത് കണ്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ അദ്ദേഹം വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഈ വലാക പക്ഷിയെ മുകളിലോട്ട് നോക്കി. എന്നിട്ട് ആ പക്ഷിക്ക് അത്ര നന്മ വരണ്ട, തിന്മ വരണം, ദോഷം വരണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹത്തോട് കൂടി നോക്കിയപ്പോൾ ആ പക്ഷി അവിടെ താഴേക്ക് ചത്ത് വീഴുകയും ചെയ്തു. ചത്തു എന്ന് പറഞ്ഞിട്ടില്ല, എന്നിരുന്നാൽ അത് വീണത് മരിച്ചിട്ട് തന്നെ ആകാനേ വഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ആ വലാക താഴോട്ട് പതിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കാരുണ്യം വരികയും ചെയ്തു. മഹാത്മാക്കൾ അങ്ങനെയാണ്. മഹാത്മാക്കൾക്ക് ചിലപ്പോൾ നൈമിഷികമായ ക്രോധം വരും. ക്രോധം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ആ ക്രോധം ഇല്ലാതാകും. ഒരു സമുദ്രത്തിലെ തിര പോലെ, അല്ലെങ്കിൽ ഒരു ശാന്തമായ ജലത്തിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഓളം പോലെ വന്നു പോകുന്നതാണ് മഹാത്മാക്കളുടെ ക്രോധം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടത് നിലനിൽക്കില്ല. അവരതിനെ ശമിപ്പിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്രോധം കാരുണ്യമായിട്ട് പരിണമിച്ചു. കാരുണ്യാദഭിസന്തപ്ത പരിശോചത താം ദ്വിജ അകാര്യം കൃതവാനസ്മി രോഷരാഗബലാത്കൃത. കാരുണ്യം നിറഞ്ഞ മനസ്സോടുകൂടി അതിൽ അനുശോചിച്ചു. ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ് താൻ ചെയ്തത്. രോഷത്തിനും രാഗത്തിനും കാമക്രോധങ്ങൾക്ക് അപശമതനായിട്ടാണ് താൻ ഇങ്ങനെ ചെയ്തു പോയത് എന്നുള്ള കാര്യം അദ്ദേഹം സ്വയം പറഞ്ഞു. പിന്നീട് അവിടുന്ന് അദ്ദേഹം എന്നിട്ട് ഭിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമം എന്ന് വെച്ചാൽ ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലം. ഒരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം ഭിക്ഷ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഭിക്ഷ എടുക്കാൻ അന്ന് അദ്ദേഹം പോയത് അദ്ദേഹം മുമ്പ് പോയ ഒരു ഗൃഹത്തിലേക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ ആ ഭാഗം അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഭിക്ഷുക്കളെ സന്യാസിമാരെ ഭിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ചില നിയമങ്ങളുണ്ട്. നമുക്ക് ഭാഗവതത്തിലും മറ്റത് കാണാൻ സാധിക്കും. 7 ഗ്രഹങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊക്കെയാണ് നിയമം. ഭിക്ഷാം ചതുർഷു വർണ്ണേഷു വിഗർഹ്യാൻ വർദ്ധേശ്ചരേത് സപ്താകാരാൻ അസംകൃപ്താൻ തുഷ്യലബ്ധേന താവത എന്നൊരു ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ ഭഗവാൻ ഈ സന്യാസധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 4 വർണ്ണങ്ങളിൽപ്പെട്ട ആളുകൾക്കിടയിൽ അവരുടെ വീടുകളിലൊക്കെ
ഭിക്ഷാടനത്തിന് പോകാം. പക്ഷെ അവിടെ നിന്ദ്യന്മാരായിട്ട് ആളുകൾ തനി അധാർമികന്മാരായിട്ടും വഴിതെറ്റിയിട്ടും ജീവിക്കുന്ന ആളുകളുടെ ഗൃഹങ്ങളിൽ പോകേണ്ടതില്ല എന്നും 7 ഗൃഹങ്ങളിലേ പോകാൻ പാടുള്ളൂ, അതും അസംകൃത്താൻ, മുൻകൂട്ടി പറഞ്ഞ് ഏർപ്പാടാക്കാതെ പോകണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 7 ഗൃഹങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, അത് മുൻകൂട്ടി പറഞ്ഞതാകാൻ പാടില്ല എന്ന് പറയാൻ കാരണം കൂടുതലായിട്ട് ഭിക്ഷാടനം ചെയ്ത് അതൊരു ധനസമ്പാദനത്തിന്റെ മാർഗമായിട്ട് കാണാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ്. അതുപോലെ മുൻകൂട്ടി പറഞ്ഞാൽ അവര് വലിയ സദ്യയും വലിയ സൽക്കാരം ഒരുക്കിയിട്ട് അത് അവർക്ക് ഈ ഗൃഹസ്ഥന്മാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടായിരിക്കണം. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇദ്ദേഹം ഒരു ഗൃഹത്തിലേക്ക് ചെന്നു, മുമ്പ് പോയ ആ വീട്ടിൽ തന്നെ പോയത്. അവിടെ ചെന്ന് ഭിക്ഷാന്തേഹി, ഭിക്ഷ തന്നാലും എന്നുള്ള ആ സാധാരണഗതിയിലുള്ള പ്രാർത്ഥന അവിടെ ചെയ്തു. അപ്പോൾ ആ ഗൃഹത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞു. തിഷ്ഠ എന്നാണ് പറഞ്ഞത്. നിൽക്കൂ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ വരാം, അല്ലെങ്കിൽ അങ്ങ് കുറച്ചു നേരം ഇവിടെ കാത്തിരിക്കൂ, ഞാൻ ഇപ്പൊ ഭിക്ഷ തരാം എന്നുള്ള ഒരു പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് നിൽക്കൂ എന്ന് പറഞ്ഞത്. അത് പറയുന്ന സമയത്ത് ആ സ്ത്രീ പാത്രം കഴുകുകയായിരുന്നു, പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു കാണും ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ ഭിക്ഷ കിട്ടുമെന്ന് കരുതി കാണും. അപ്പോഴേക്കും അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ ഭർത്താവ്, ആ കുടുംബിനിയുടെ ഭർത്താവ് വന്നു. അദ്ദേഹം വിശന്ന് വലഞ്ഞിട്ടാണ് വന്നത്. വിശന്ന് വലഞ്ഞ തന്റെ ഭർത്താവിനെ കണ്ടപ്പോൾ ആ സ്ത്രീ ഈ ബ്രാഹ്മണനായ ഭിക്ഷു വന്നത് മറന്നു, അല്ലെങ്കിൽ അത് ഗൗനിക്കാതെ തന്നെ ഭർത്താവിനെ അവള് സ്വീകരിച്ചു. സുന്ദരിയായ ആ സ്ത്രീ ഭർത്താവിനെ പരിചരിച്ചു. സുന്ദരിയായ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയില്ല, അസിതേക്ഷണ എന്ന് പറയാണ്. നല്ല കരിങ്കൂടം പോലെ കറുത്ത കണ്ണുള്ളവൾ. പക്ഷെ അത് അവളുടെ നന്മയെ സൂചിപ്പിക്കാനായിരിക്കാം ആ സുന്ദരി എന്ന പദം സൂചിപ്പിച്ചത്. സുന്ദരി എന്ന് വെച്ചാൽ ആ പദത്തിന്റെ വ്യുത്പത്തി നോക്കിക്കഴിഞ്ഞാല് നല്ല മനസ്സുള്ളവൾ, നല്ല മനസ്സുള്ള ആളെയാണ് സുന്ദരൻ എന്ന് വിളിക്കുക എന്നത്. അത് മറ്റുള്ളവരുടെ മനസ്സിനെ ദ്രാവയതി, ചിത്തം ദ്രാവയതി, മറ്റുള്ളവരുടെ ചിത്തത്തെ ദ്രാവണം ചെയ്യുന്ന, ദ്രവിപ്പിക്കുന്ന സ്വഭാവമുള്ളവരെയാണ് സുന്ദരൻ എന്ന് വാസ്തവത്തിൽ വിളിക്കേണ്ടത്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പദം അവിടെ ചേർത്തത്. ഏതായാലും അവൾ ഭർത്താവിന്റെ കാലുകൾ കഴുകി, ഭർത്താവിനെ പൂജ ചെയ്തു, ആചമനം ചെയ്യിച്ചു, അദ്ദേഹത്തിന് ഒരു ആസനം കൊടുത്ത് ആസനത്തിൽ ഇരുത്തി. എന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് പരിചരിച്ചു. സാധാരണ അവൾ ചെയ്യാറുള്ളത് അങ്ങനെ ആയിരുന്നു. ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി ആണ് അവൾ കഴിക്കാറുള്ളത് എന്ന് പ്രത്യേകം പറഞ്ഞു. ഭർത്താവിനെ ദൈവമായി കണ്ട് മറ്റൊരു ചിന്തയുമില്ലാതെ കഴിയുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവൾ. കുടുംബഹിതം നോക്കി മാത്രം ജീവിച്ചിരുന്ന അവൾ അങ്ങനെ ഭർത്താവിനോടുള്ള തന്റെ ആ സ്നേഹവും ഭക്തിയും ഒക്കെ തന്നെ അവിടെ പ്രകടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ ഭിക്ഷുവിനെ, ഈ ബ്രാഹ്മണനെ ഓർമ്മ വന്നു. അപ്പോൾ അവർക്ക് ചെറിയൊരു ലജ്ജയുണ്ടായി. കാരണം ഒരു അതിഥിയായിട്ട് ബ്രാഹ്മണൻ വന്നിട്ട് അദ്ദേഹത്തെ പരിചരിച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് തന്നെ അപ്പോഴാണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു ലജ്ജയുണ്ടായി. താൻ ചെയ്തത് അത്ര ശരിയല്ലായിക ഉണ്ട് എന്ന ഒരു ലജ്ജ സ്ത്രീ ഉണ്ടായി. ഭിക്ഷയുമായി വന്നു. എന്നിട്ട് ഈ ബ്രാഹ്മണന് ഭിക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണൻ, നമ്മുടെ കൗശികൻ, ദേഷ്യത്തോടുകൂടി ചോദിക്കാൻ, നിൽക്കൂ എന്ന് എന്നോട് പറഞ്ഞിട്ട്, എനിക്ക് ഉപരോധം ചെയ്തിട്ട്, എന്ന് വെച്ചാൽ എന്നെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് നീ ഒന്നും തന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന നോട്ടം, ക്രോധം കൊണ്ട് ജ്വലിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആ സ്ത്രീയെ നോക്കിയത്. അപ്പോ അങ്ങനെ നോക്കിയ സമയത്ത് ഈ സ്ത്രീ, ബ്രാഹ്മണം ക്രോധസന്തപ്തം ജ്വലന്തമിവ തേജസാ ദൃഷ്ട്വാ സാധ്വീ മനുഷ്യേന്ദ്ര സാന്ത്വപൂർവം വചോബ്രവീത്. ക്രോധം കൊണ്ട് ജ്വലിക്കുന്ന ആ ബ്രാഹ്മണനെ വളരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ നല്ല വാക്കുകളെ കൊണ്ട് ഈ സ്ത്രീ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് അവൾ പറഞ്ഞു വെച്ചാൽ, ക്ഷന്തുമർഹസി മേ വിദ്വൻ ഭർത്താമേ ദൈവതം മഹൽ സതാപി ക്ഷുധിത ശ്രാന്ത പ്രാപ്ത ശുശ്രൂഷിതോ മയ. അല്ലയോ വിദ്വൻ, എൻ്റെ ഭർത്താവ് എനിക്ക് ദൈവമാണ്. അദ്ദേഹം വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചും വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു എന്നേ ഉള്ളൂ. അത് അങ്ങ് എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം എന്നാണ് അവൾ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ വീണ്ടും അവളുടെ ആ വാദത്തെ
എതിർത്തുകൊണ്ട് പറയാണ്, ബ്രാഹ്മണ എന്ന ഗരീയാംസ്തേ പതികൃത ഗൃഹസ്ഥധർമ്മേ വർത്തന്തി ബ്രാഹ്മണാൻ അവമന്യസേ. നീ ബ്രാഹ്മണനും ഭർത്താവും, ഒരു ബ്രാഹ്മണൻ ഇവിടെ ഭിക്ഷുവായിട്ട് അതിഥിയായിട്ട് വന്നു, നിന്റെ ഭർത്താവും വന്നപ്പോൾ നീ ബ്രാഹ്മണനെ ശ്രേഷ്ഠനായി കാണുന്നതിന് പകരം സ്വന്തം ഭർത്താവിനെ ശ്രേഷ്ഠനായി കണ്ടു അല്ലേ? നീ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണനെ അവമാനിക്കുകയല്ലേ ചെയ്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്നുവെച്ചാൽ അവിടെ പണ്ട് കാലത്ത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ് ഭിക്ഷുവായിട്ടുള്ള അതിഥിയായിട്ടുള്ള ബ്രാഹ്മണനെ ഈശ്വരനായി കണ്ട് പൂജ ചെയ്യണം, അവരുടെ ഭിക്ഷ കൊടുക്കണം എന്നുള്ളത്. അതിനുശേഷം മാത്രമേ മറ്റെന്തും ചെയ്യാൻ പാടുള്ളൂ. അതിഥിയായിട്ട് അഭ്യാഗതനായിട്ട് വന്നിരിക്കുന്ന ഒരു ഭിക്ഷുവിനെ പരിഗണിക്കാതെ മറ്റൊന്നും ചെയ്യരുത് എന്നുള്ള ആ ഒരു ധർമ്മം ഗൃഹസ്ഥൻ്റെതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നരയജ്ഞം, അതിഥിയജ്ഞം എന്നത് പഞ്ചയജ്ഞത്തിന്റെ ഭാഗവുമാണ്. അപ്പൊ ഒരിക്കലും ഗൃഹസ്ഥൻ ഈ ഭിക്ഷുക്കളെ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് പ്രതിഫലിച്ച് കാണാം. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രോപേഷം പ്രണമതേക്കും പുരൽ മാനവോപി. ഇന്ദ്രൻ പോലും ബ്രാഹ്മണരെ, ഭിക്ഷുക്കളെ നമസ്കരിക്കാറുണ്ട്. പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനില്ലല്ലോ. അവലിപ്തേ എന്ന ജാനീഷേ വൃദ്ധാനം നശ്രുതം ത്വയാ ബ്രാഹ്മണ അഗ്നിസദൃശ ദഹേയു പൃഥിവീമപി. തുടർന്ന് അദ്ദേഹം നല്ലൊരു ഭീഷണി മുഴക്കുകയാണ്. അവലിപ്തേ, അല്ലയോ പാപം ചെയ്തവളെ, അവലേപനം ചെയ്യപ്പെട്ടവളെ എന്ന് വെച്ചാൽ പാപം ചെയ്തവൾ, കുറ്റം ചെയ്തവൾ എന്നാണ്. നിനക്കറിയാമല്ലോ, നിനക്കറിയില്ലേ, വൃദ്ധന്മാരാരും നിനക്ക് ഇത് പറഞ്ഞു തന്നിട്ടില്ലേ? എന്തെന്ന് വെച്ചാല് ബ്രാഹ്മണൻ അഗ്നിസമാനനാണ് എന്നും ആ ബ്രാഹ്മണൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, ക്രോധിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയെ തന്നെ ദഹിപ്പിക്കുമെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ എന്നും ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞത്, നാഹം വലാക വിപ്രർഷേ തയക്രോധം തപോധന എന്നാണ് പറഞ്ഞത്. അല്ലയോ തപോധനായ വിപ്രർഷേ, ഞാൻ ആ വലാകപക്ഷിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അനയാ ക്രുദ്ധയാ ദൃഷ്ട്യാ ക്രുദ്ധക്കും മാം കരിഷ്യസി. അങ്ങ് ആ വലാകപക്ഷിയെ സ്വന്തം ദൃഷ്ടിപാതം കൊണ്ട് ആക്രമിച്ചു അല്ലെങ്കിൽ കൊന്നു എന്ന കാര്യം ശരി. പക്ഷെ അതുപോലെ നോക്കിയിട്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എന്നെ ഇല്ലാതാക്കാൻ അങ്ങേക്ക് കഴിയുമോ? അങ്ങക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ആ സ്ത്രീ പറയുന്നത്. നാവജാനാമ്യഹം വിപ്രൻ ദേവൈസ്തുല്യൻ മനസ്വ. അതോടൊപ്പം വളരെ വിനയത്തോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ദേവന്മാർക്ക് തുല്യരായ വിപ്രന്മാരെ ഒരിക്കലും അവമാനിക്കാറില്ല. എന്റെ അപരാധം അങ്ങ് പൊറുക്കണം. എനിക്ക് ബ്രാഹ്മണരുടെ തേജസ്സിനെ കുറിച്ച് അറിയാം. അവര് മഹാഭാഗ്യശാലികളും മഹാതപസ്വികളും മഹാത്മാക്കളുമാണ് എന്ന് എനിക്കറിയാം. പണ്ടൊരു ബ്രാഹ്മണൻ സമുദ്രത്തെ കുടിച്ച് വറ്റിച്ചിട്ടുണ്ട്. അഗസ്ത്യ മഹർഷി സമുദ്രത്തെ കുടിച്ച് വറ്റിച്ചിട്ടുണ്ട്. ബ്രാഹ്മണന്മാരുടെ ക്രോധം കൊണ്ടാണ് ഈ സമുദ്രത്തിന് ഉപ്പ് രസം, ആർക്കും കുടിക്കാൻ പറ്റാതെ ഉപ്പ് രസം വന്നത്. അതുപോലെ ഈ ബ്രാഹ്മണരുടെ ക്രോധം കൊണ്ടാണ് ദണ്ഡകാരണ്യത്തിൽ ഇന്നും കെടാതെ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. രാക്ഷസന്മാര് ദണ്ഡകാരണ്യം കേന്ദ്രമാക്കിയിട്ടാണ് ബ്രാഹ്മണരെയൊക്കെ പച്ചക്ക് പിടിച്ച് തിന്നുകൊണ്ടിരുന്നത്. അത് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ബ്രാഹ്മണരുടെ ക്രോധത്തിന്റെ അഗ്നി ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ബ്രാഹ്മണന്റെ ക്രോധത്തിലാണ് വാതാപി എന്ന പേരുള്ള ഒരു അസുരൻ അഗസ്ത്യ മഹർഷിയെ കൊല്ലാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹം അവനെ ഭക്ഷിക്കുകയും ആ അഗസ്ത്യ മഹർഷിയുടെ വയറ്റിൽ വെച്ച് അവൻ സാധാരണ ഭക്ഷ്യ സാമഗ്രികളെ പോലെ ദഹിച്ചു പോവുകയും ജീർണിച്ചു പോവുകയും ചെയ്തത്. അപ്പൊ ഒരു രാക്ഷസനെ, ഒരു അസുരനെ ദഹിപ്പിക്കാനുള്ള ശക്തി, വയറ്റിൽ ഒരു ഭക്ഷണപദാർത്ഥമാക്കി ദഹിപ്പിക്കാനുള്ള ശക്തിയും ബ്രാഹ്മണനുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ബ്രാഹ്മണൻ ഒരിക്കലും ഞാൻ അപമാനിക്കുകയില്ല. അങ്ങ് എനിക്ക് പറ്റിപ്പോയ ഈ അതിക്രമത്തിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം. വീണ്ടും വീണ്ടും ഈ സ്ത്രീ പറഞ്ഞു, അങ്ങ് എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം എന്ന് പറഞ്ഞു. കാരണം ഒരു സ്ത്രീയുടെ പരമധർമ്മം എന്ന് പറയുന്ന പതി ശുശ്രൂഷയാണ്. ആ ഭർത്തൃ ശുശ്രൂഷക്കിടയിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അബദ്ധം വന്നു പോയാൽ അത് ഒരു കുറ്റമായിട്ട് കാണാൻ പാടില്ല. പ്രത്യേകിച്ച് ഭർത്താവ് എനിക്ക് ഈശ്വര തുല്യനാണ് എന്നുള്ളതും, ദൈവതേഷ്വപി സർവേഷു ഭർത്താമേ ദൈവതം പരം. ഈശ്വര തുല്യമായ മറ്റനേകം വസ്തുക്കൾ എനിക്ക് ഭർത്താവാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവതം എന്ന് ആ സ്ത്രീ പറഞ്ഞു.
ക്രോധം കൊണ്ട് അങ്ങ് ഒരു വലാകപക്ഷിയെ കൊന്നതിന്റെ കാര്യവും ഞാൻ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ എനിക്ക് അങ്ങയോട് പറയാനുള്ളത്, ക്രോധ ശത്രു ശരീരസ്ഥോ മനുഷ്യാണം ദുരോത്തമം. മനുഷ്യന് ക്രോധം എന്ന് പറയുന്നത് ശരീരത്തിൽ ഇരിക്കുന്ന ഏറ്റവും ശക്തനായ ശത്രുവാണ് എന്ന് അങ്ങ് അറിയണം. ക്രോധമോഹോ ത്യജതി തൻ ദേവാഹ ബ്രാഹ്മണം വിദു. ക്രോധത്തെയും മോഹത്തെയും ആരാണോ ത്യജിക്കുന്നത് അവനെയാണ് ദേവന്മാര് ബ്രാഹ്മണൻ എന്ന് അറിയുന്നത്. അപ്പൊ ഈ സ്ത്രീയുടെ സംഭാഷണം ഒരു ധർമ്മോപദേശത്തിന്റെ സ്വഭാവം സ്വീകരിക്കുകയാണ്. തുടർന്ന് ഈ സ്ത്രീ ബ്രാഹ്മണ ലക്ഷണങ്ങൾ പറയുന്നു. തം ദേവ ബ്രാഹ്മണം വിദു എന്ന് അവസാനിക്കുന്ന നിരവധി ശ്ലോകങ്ങൾ നമുക്ക് കാണാം. ബ്രാഹ്മണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് സ്ത്രീ പറയുന്നത്. യോ വദേദ്ഹ സത്യാനി ഗുരും സന്തോഷയേത ച ഹിംസതശ്ച ന ഹിംസേത തം ദേവ ബ്രാഹ്മണം വിദു. ആരാണോ സത്യത്തെ മാത്രം പറയുന്നത്, ആരാണോ ഗുരുവിനെ സന്തോഷിപ്പിക്കുന്നത്, ആരാണോ സ്വയം ഹിംസിതനായിട്ടും ഹിംസിക്കാതിരിക്കുന്നത്, സ്വയം ആരെങ്കിലും തന്നെ ഉപദ്രവിച്ചിട്ടും തിരിച്ച് ഉപദ്രവിക്കാതിരിക്കുന്നത്, അവരെയാണ് ദേവന്മാരെ ബ്രാഹ്മണരെന്ന് അറിയുന്നത്. ജിതേന്ദ്രിയോ ധർമ്മപര സ്വാധ്യായ നിരത ശുചി കാമക്രോധവും വശവും യസ്യ തം ദേവാഹ ബ്രാഹ്മണം വിദു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവനും നിരന്തരമായി സ്വാധ്യായം ചെയ്യുന്നവനും ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ഉള്ളവനും കാമക്രോധങ്ങളെ വശത്തിൽ നിർത്തിയവനും ആരാണോ അവനെയാണ് ദേവന്മാര് ബ്രാഹ്മണരെന്ന് പറയുന്നത്. യസ്യ ചാത്മസമോ ലോകോ ധർമ്മജ്ഞസ്യ മനസ്വിന. ഈ ലോകം മുഴുവൻ തനിക്ക് തുല്യമായിട്ട് കാണുന്നവനും സർവധർമ്മേഷു ച രതഃ, സകല ധർമ്മങ്ങളിലും രമിക്കുന്നവനുമായ ആളിനെ ദേവന്മാര് ബ്രാഹ്മണരെന്ന് പറയുന്നു. ആരാണോ അധ്യാപനം ചെയ്യുന്നത്, അധ്യയനം ചെയ്യുന്നത്, യജനം ചെയ്യുന്നത്, യാചനം ചെയ്യുന്നു, പഠിക്കുക, പഠിപ്പിക്കുക, യാഗം ചെയ്യുക, യാഗം ചെയ്യിക്കുക, സ്വാധ്യായവാൻ അമത്തോ വൈ, അമത്തനായിരിക്കണം, മതമില്ലാത്തവനായിരിക്കും ചെയ്യണം. അങ്ങനെയുള്ളവനാണ് ദേവന്മാരെ ബ്രാഹ്മണരെന്ന് പറയുന്നത്. ഇങ്ങനെ ബ്രാഹ്മണ ലക്ഷണങ്ങളെ ഈ സ്ത്രീ തുടർച്ചയായിട്ട് നിരവധി ശ്ലോകങ്ങളിലൂടെ ബ്രാഹ്മണന്റെ ധർമ്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. ധർമ്മം തു ബ്രാഹ്മണസ്യാഹു സ്വാധ്യായം ദമം ആർജവം ഇന്ദ്രിയാണം നിഗ്രഹം ച ശാശ്വതം ദ്വിജസത്തമ. ബ്രാഹ്മണരുടെ ശാശ്വതം ധർമ്മം, ബ്രാഹ്മണരുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്വാധ്യായവും ദമം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ, വികാരങ്ങളെ അടക്കുക എന്നുള്ളത്. ആർജവം ഋജുത്വം, നേരവോ എന്നുള്ള ചിന്തയും പ്രവൃത്തിയും വാക്കും. ഇന്ദ്രിയാണം നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇതാണ് ബ്രാഹ്മണന്റെ ശാശ്വത ധർമ്മം എന്ന് ഒരിക്കൽ കൂടി അത് ചുരുക്കി പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയുള്ള ധർമ്മം പലതരത്തിൽ കാണും. ഒന്നിനൊന്ന് വിവിധങ്ങളായിട്ടുമുള്ള ധർമ്മങ്ങൾ ഇവിടെ കാണും. ധർമ്മത്തിന്റെ രഹസ്യം വളരെ സൂക്ഷ്മവുമാണ്. അങ്ങേക്ക് ആ ധർമ്മത്തിന്റെ സൂക്ഷ്മതലം അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് അത് അറിയേണ്ടതാണ്. ഒരുപക്ഷെ അങ്ങ് പഠിച്ചിട്ടുണ്ടാകും, അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരാളിനെ ഞാൻ പറഞ്ഞു തരാം. അത് തത്വേന ഭഗവൻ ധർമ്മം യച്ഛീതിമേ മതി. അങ്ങ് വേണ്ടതുപോലെ ധർമ്മം പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങക്ക് ധർമ്മം വേണ്ട പോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ധർമ്മവ്യാസം തതപൃച്ഛാഗത്വാതു മിഥിലാപുരി, അങ്ങ് മിഥിലാപുരിയിൽ ചെന്നിട്ട് ധർമ്മവ്യാധനെ ചെന്ന് കാണുക. അദ്ദേഹം അങ്ങ് പറഞ്ഞു തരും. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സ്ത്രീ വീണ്ടും പറഞ്ഞു, അങ്ങ് എന്റെ കുറ്റം പൊറുക്കണം. ഞാൻ എന്തെങ്കിലും അധിക പ്രസംഗമായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്നോടി ആ സ്ത്രീ പറഞ്ഞു. വീണ്ടും മാപ്പ് ചോദിച്ചു. ഇത് കേട്ട് ഈ കൗശിക ബ്രാഹ്മണൻ, അദ്ദേഹത്തിന്റെ ക്രോധം പമ്പ കടന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് വളരെയധികം സന്തോഷിച്ചു. ആ സ്ത്രീയോടുള്ള ആദരവും ഭക്തിയും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. അദ്ദേഹം പറഞ്ഞു, പ്രീതോസ്മി തവ ഭദ്രം തേ ഗത ക്രോധശോകനെ. ഞാൻ ഭവതിയിൽ സന്തോഷിച്ചിരിക്കുന്നു, എന്റെ ക്രോധം പമ്പ കടക്കുകയും ചെയ്തു. ഭവതി പറഞ്ഞ ആ ഉപാലംബം, ഭവതി പറഞ്ഞ ആ പരാതിയും, ആ പരാതി വാസ്തവത്തിൽ എനിക്ക് നിശ്രേയസകരമാണ്, എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സാക്കുന്നു. ഭവതിക്ക് സ്വസ്തി ഉണ്ടാകട്ടെ, മംഗളം ഉണ്ടാകട്ടെ. പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു കൊള്ളാം. ഞാൻ ആ ധർമ്മവ്യാസനെ കണ്ടിട്ട് ഉപദേശം സ്വീകരിച്ചു കൊള്ളാം
എന്നും ബ്രാഹ്മണൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ ആശ്ചര്യമുണ്ടായി. ചിന്തയിത്വാ തദാശ്ചര്യം സ്ത്രീയാ പ്രോക്തം അശേഷത വിനന്ദൻ ആത്മാനം ആകസ്കൃത ഇവ ആബഭവു. എന്തോ ഒരു കുറ്റം ചെയ്തതിന്റെ കുറ്റബോധത്തോട് കൂടിയിട്ടും സ്വയം നിന്ദിച്ചുകൊണ്ടുമാണ് അദ്ദേഹം അവിടുത്തെ പോകുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് ആശ്ചര്യമുണ്ടായി. കാരണം താൻ ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് നോക്കിയ സമയത്ത്, ദേഷ്യത്തോടെ നോക്കിയ സമയത്ത് വലാകപക്ഷി മരിച്ചു എന്നുള്ള കാര്യം ഈ സ്ത്രീ എങ്ങനെ അറിഞ്ഞു? അങ്ങനെ അറിയാൻ സാധിക്കുന്ന ഒരു അന്തർദൃഷ്ടി, ഒരു ഒരു പരഹൃദയ ജ്ഞാനം, അല്ലെങ്കിൽ ഒരു ദൂരദർശനം, അല്ലെങ്കിൽ ഒരു പ്രജ്ഞാചക്ഷുസ് ആ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളത് ആ സ്ത്രീ തന്നെക്കാൾ അല്ലെങ്കിൽ തന്നോടൊപ്പമോ തപസ്സിൽ ഒരുമിച്ച് സമാനയാണ് എന്നുള്ളത്. തപസ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു സിദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ സ്ത്രീ വേറെ തപസ്, കാട്ടിൽ പോയി തപസ്സൊന്നും ചെയ്തിട്ടില്ല. ഭർത്തൃ ശുശ്രൂഷണം എന്ന് പറയുന്ന തപസ് ചെയ്തിട്ടാണ് ഈ സിദ്ധി നേടിയത് എന്നുള്ളതും ഇവിടെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചറിയേണ്ടതാണ്. ഈ കൗശിക ബ്രാഹ്മണൻ ആശ്ചര്യമുണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ സ്വധർമ്മത്തിന്റെ സൂക്ഷ്മമായ ഗതിയെ അറിയാൻ വേണ്ടിയിട്ട്, അവൾ പറഞ്ഞതനുസരിച്ച് അത് അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മിഥിലാപുരിയിലേക്ക് താൻ പോകും എന്ന് അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹം നേരെ മിഥിലയിലേക്ക് പോവുകയാണ്. മിഥിലാപുരി ചെന്ന് അദ്ദേഹം കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ്. ജനക മഹാരാജാവാണ് ഭരിക്കുന്നത്. ജനക മഹാരാജാവ് വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു രാജ്യമാണ്. ധർമ്മസേതു സമാകീർണാം യജ്ഞോത്സവവതീം ശുഭാം. ധർമ്മസേതു സമാകീർണം, ധർമ്മം കൊണ്ട് എല്ലാം വേണ്ടതുപോലെ രക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്, ഒരു പുരിയാണ് ഈ മിഥിലാപുരി. അവിടുത്തെ ഗോപുരങ്ങളും അട്ടാളകങ്ങളും രമ്യഹർമ്മ്യങ്ങളും കോട്ടകളും കൊത്തളങ്ങളും വിമാനങ്ങളും വിമാനശാലകളും അതുപോലെ പലതരത്തിലുള്ള വ്യാപാരശാലകള്, കടകള്, പിന്നെ വലിയ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല രാജപഥങ്ങള്, ഹൈവേ, നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ട് അവിടെ. അതുപോലെ കുതിരാലയങ്ങള്, രഥങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങള്, ആനകള്, യോദ്ധാക്കള്, ഇവരൊക്കെ തന്നെ സജ്ജീകരിച്ചു നിൽക്കുന്ന ഹൃഷ്ടപുഷ്ട ജനാകീർണാം, നല്ല ആരോഗ്യമുള്ളവരും സന്തോഷിക്കുന്നവരുമായ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞതും എന്നും ഉത്സവമുള്ളതുമായ ആ നഗരിയെ ദർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മിഥിലാപുരിയിലേക്ക് അങ്ങനെ സഞ്ചരിച്ചു. അവിടെ ചെന്ന് അദ്ദേഹം ധർമ്മവ്യാധൻ എവിടെയാണ് എന്ന് ചോദിച്ചു. വിചിത്രമായൊരു പേരാണല്ലോ വ്യാധൻ എന്ന് വെച്ചാൽ ഇറച്ചി വെട്ട് മുതലായ കാര്യങ്ങൾ അല്ലെങ്കിൽ വേട്ടയാടി ജീവിക്കുന്ന ആളുകളെയാണ് വ്യാധൻ എന്ന് പറയാറുള്ളത്. ഇദ്ദേഹത്തിന് ധർമ്മവ്യാധൻ, ധർമ്മ ശബ്ദം കൊണ്ടുള്ള ഒരു വിശേഷണം കൂട്ടിയുണ്ട് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ. അപ്പൊ അദ്ദേഹം അവിടെ പേര് കേട്ട ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തെ മനസ്സിലായത്. ബ്രാഹ്മണരോടാണ് ചോദിച്ചത്. ആ ബ്രാഹ്മണർ ആണ് ഇദ്ദേഹത്തിന്റെ ഈ ധർമ്മവ്യാധൻ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പൊ ചെന്ന് കണ്ട സമയത്ത് ഗത്വാതം സൂനാമധ്യേ വ്യപസ്ഥിതം, ഈ ധർമ്മവ്യാധൻ അവിടെ തന്റെ കടയിൽ ഇരുന്ന് ഇറച്ചി വെട്ടി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാർഗമാഹിഷ മാംസാനി വിക്രീണന്തം തപസ്വിനം. അവിടെ അദ്ദേഹം കാണുന്നത് ഈ പ്രത്യേകിച്ച് പോത്തിന്റെ ഇറച്ചിയാണ് അദ്ദേഹം വിറ്റുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം അദ്ദേഹം ഈ മറ്റ് മൃഗങ്ങള്, പന്നിയും മൃഗങ്ങളുടെ മാംസവും ഒക്കെ വിൽക്കാറുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. ഈ ബ്രാഹ്മണത്തെ കണ്ട സമയത്ത് അല്പം അറപ്പുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിന് ശീലമില്ലാത്ത ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നത്. അപ്പോ അദ്ദേഹം അവിടെ ചെന്ന് പെട്ടെന്ന് ഈ വ്യാധനം ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹം കുറച്ച് ദൂരെ മാറി നിന്നു. തനിക്ക് ഈ ഇറച്ചി വെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് അധികം പോകാൻ പറ്റില്ലല്ലോ എന്ന് കരുതി കുറച്ച് ദൂരം അദ്ദേഹം കാത്തിരുന്നപ്പോൾ ഈ വ്യാധൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വളരെ വേഗത്തിൽ ഓടി വന്ന് വളരെ വിനയത്തോടു കൂടി ഇദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, അഭിവാദയേ ത്വാം ഭഗവൻ സ്വാഗതം തേ ദ്വിജോത്തമാം അഹം വ്യാധോഹി ഭദ്രം തേ കിം കരോമി പ്രസാധിമാം. ഹലോ ഭഗവൻ എന്ന് വിളിച്ചുകൊണ്ട്, അങ്ങേക്ക് സ്വാഗതം, ഞാൻ അങ്ങയെ അഭിവാദ്യം ചെയ്യുന്നു, ഞാൻ വ്യാധനാണ്, അങ്ങേക്ക് നന്മ വരട്ടെ, അങ്ങക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും എന്ന് വളരെ വിനയത്തോടു കൂടി പറഞ്ഞ് നന്മകൾ നേരുകയും ഒക്കെ ചെയ്യുകയാണ്. വളരെ നല്ല സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തിയുടെ സംഭാഷണമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അടുത്തായിട്ട് അദ്ദേഹം പറയും, ഏകപത്നാ യുക്തോസി ഗച്ഛത്വം മിഥിലാമിതി ജാനാമേതദഹം സർവം വിതർത്ഥം ത്വമിഹാഗത.
അല്ലെങ്കിൽ ബ്രാഹ്മണ ശ്രേഷ്ഠ, പതിവ്രതയായ ആ സ്ത്രീ അങ്ങയോട് മിഥിലയിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് ഇവിടെ വന്നത് എന്ന കാര്യം എനിക്കറിയാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് കേട്ടിട്ടാണ് നമ്മുടെ ബ്രാഹ്മണൻ, കൗശിക ബ്രാഹ്മണൻ, വിപ്രോ ഭൃഷവിസ്മിത, അദ്ദേഹത്തിന് വളരെ വലിയ ആശ്ചര്യമുണ്ടായി. ദ്വിതീയമിതം ആശ്ചര്യം ഇത്യചിന്തയതദ്വിജ. ഇന്ന് നേരം പുലർത്തുന്നതിന് ശേഷം കാണുന്ന രണ്ടാമത്തെ ആശ്ചര്യം, ആദ്യത്തെ ആശ്ചര്യം ആ പതിവ്രതയായ പത്നി ഇദ്ദേഹം ബലാകപക്ഷിയെ നോക്കിയിട്ട് കൊന്നത് കണ്ടു എന്നുള്ളതാണ്, കൊന്നതിനെ അറിഞ്ഞു എന്നുള്ളതാണ്. അത് ആദ്യത്തെ ആശ്ചര്യം. രണ്ടാമത്, അവർ പറഞ്ഞയച്ചിട്ട് ഈ ധർമ്മവ്യാസൻ അടുത്ത് വന്നപ്പോ ഇദ്ദേഹം ഈ സ്ത്രീയെ കണ്ട കാര്യം കൂടി ഈ സ്ത്രീ ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ച കാര്യം കൂടി ഈ ധർമ്മവ്യാധന് നന്നായിട്ട് അറിയാം. അദ്ദേഹവും ഇത് അറിഞ്ഞത് ആരെങ്കിലും പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് അറിഞ്ഞതാണ്. അപ്പൊ ഇവിടെ ആശ്ചര്യം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, തപസ്വിയായ ഈ ബ്രാഹ്മണനേക്കാളും ഈ സ്ത്രീയും ഈ ശൂദ്രൻ അല്ലെങ്കിൽ വ്യാധൻ ആയിട്ടുള്ള ആള്, ഈ രണ്ടു പേർക്കും അതീന്ദ്രിയ ജ്ഞാനമുള്ളവരാണ്. എന്ന് വെച്ചാൽ വളരെ തീവ്രമായ തപസ് ചെയ്യുന്നവർക്കും നിഷ്ഠയോടുകൂടി തപസ് ചെയ്യുന്ന ഈശ്വര ധ്യാനം ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഒരു സിദ്ധിവിശേഷമാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം. ഇവരാകട്ടെ ഒരു തരത്തിലും ഈശ്വരോപാസന ചെയ്യുന്നവരല്ല, മറിച്ച് അവരവരുടെ കർമ്മം സ്വധർമ്മം ഭംഗിയായിട്ട് വൃത്തിയായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ തപസ്. ഇതാണ് വ്യാധഗീത നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇങ്ങനെ ബ്രാഹ്മണൻ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന സമയത്ത് വ്യാധൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഈ സ്ഥലം അങ്ങക്ക് പറ്റിയതല്ല, അദേശസ്ഥം ഹിതേ സ്ഥാനം, അങ്ങ് നിൽക്കുന്ന സ്ഥലം അങ്ങക്ക് പറ്റിയതല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് നേരെ എൻ്റെ ഗൃഹത്തിലേക്ക് പോകാം, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം, അങ്ങ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഗൃഹത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ അത് വളരെ സന്തോഷത്തോട് സമ്മതിച്ചു. ഹൃഷ്ടോ വചനമബ്രവീത്, വളരെ സന്തോഷത്തോടുകൂടി ഇയാളുടെ വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും യാത്രയാകുന്ന സമയത്താണ് ബ്രാഹ്മണൻ ചോദിക്കുന്നത്, മുന്നിലാണ് ബ്രാഹ്മണൻ നടക്കുന്നത്, പിറകിലാണ് വ്യാധൻ നടക്കുന്നത്. അങ്ങനെയാണ് അതിഥിയോട് അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ്. അതിഥിയെ മുന്നിൽ നടത്തുക എന്നുള്ളത്. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, തത് സുഖോപവിഷ്ടസ്ഥം വ്യാധം വചനമബ്രവീത്, തനിക്ക് നല്ല ഒരു ഇരിപ്പിടത്ത് ഇരുത്തി പൂജകളൊക്കെ ചെയ്ത് അർഘ്യപാദ്യാദികൾ ചെയ്ത് എല്ലാ പൂജകളും ലഭിച്ചതിന് ശേഷം ഈ ബ്രാഹ്മണൻ വ്യാധനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഘോരകൃത്യം ചെയ്യുന്നത്? കർമ്മൈതത് വൈ ന സദൃശം ഭവത പ്രിയഭാതിമേ അനുതപ്യേ ഭൃശം താത തവ ഘോരേണ കർമ്മണ. അങ്ങക്ക് ചേരാത്ത ഒരു കർമ്മം ആണ് അങ്ങ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു ഘോരമായ കർമ്മം അങ്ങ് ചെയ്യുന്നത് എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു എന്നാണ് ഈ ബ്രാഹ്മണൻ പറഞ്ഞത്. അപ്പൊ ഈ വ്യാധൻ പറഞ്ഞു, ഈ ജോലി എൻ്റെ കുലോചിതമായ കർമ്മമാണ്, എൻ്റെ കുലം വ്യാധകുലമാണ്, എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ ചെയ്തു വന്നിരുന്ന ഒരു കർമ്മം, ഒരു പ്രവൃത്തിയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതൃപൈതാമഹം, അച്ഛനും മുത്തച്ഛനും ഒക്കെ ചെയ്തു വന്നിരുന്ന കാര്യമാണ്. വർത്തമാനസ്യ മേ ധർമ്മേ സ്വേ മന്യും മാ കഥാദ്വിജ. അങ്ങനെ ഞാൻ എൻ്റെ സ്വധർമ്മത്തിൽ, എൻ്റെ കുലധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്നിൽ അങ്ങ് ദ്വേഷിക്കരുത്, ക്രോധിക്കരുത്. ഇത് ബ്രഹ്മാവ് അല്ലെങ്കിൽ വിധാതാവ് എനിക്ക് വേണ്ടി വിധിച്ച വിഹിതമായ കർമ്മമാണ്. അതുകൊണ്ടാണ് വിഹിത കർമ്മമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോ അതിൽ തെറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ തൊഴിൽ ചെയ്യുമ്പോൾ എന്താണ്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്യുന്നത് വിഗുണമായാലും ആ വിഗുണമായ കർമ്മവും ശ്രേഷ്ഠമാണ്. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രേയൻ സ്വധർമ്മോ വിഗുണ. വിഗുണമാണെങ്കിൽ അല്പം തരംതാണതാണെങ്കിലും അത് സ്വധർമ്മമാണെങ്കിലും അത് ശ്രേയസ്കരമാണ്. അതാണ് നമ്മുടെ കർമ്മം. വാസ്തവത്തിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ലോകം മുഴുവനും നന്നാക്കി കളയാം, ലോകം മുഴുവനും എൻ്റെ കാൽക്കീഴിലാണ്, അല്ലെങ്കിൽ ലോകം മുഴുവനും നേരെയാക്കേണ്ടത് ഞാനാണ്
ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ താറുമാറാകും എന്ന് ചിന്തിച്ച് എല്ലാ കർമ്മങ്ങളിലും നമ്മൾ ചാടി ഇടപെടുന്നതിലൂടെ വലിയ കർമ്മസംഘം നമ്മളിൽ വരും എന്നുള്ളത് കൊണ്ടാണ് ഗീതയും പറയുന്നത് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു നിയന്ത്രണം വേണം. അതിന് സ്വധർമ്മം, സ്വന്തം വാസനയ്ക്കനുസരിച്ചും സ്വന്തം കുലത്തിനനുസരിച്ചും തനിക്ക് ലഭിച്ചതായ നമുക്ക് തനിക്ക് ഏത് ജോലി ഏത് കർമ്മം ചെയ്യാനാണോ ആന്തരികമായ പ്രേരണയുള്ളത്, വാസനയുള്ളത്, കഴിവുള്ളത്, അത് മാത്രം ചെയ്തുകൊണ്ട് അത് ഭംഗിയായിട്ടും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക എന്നാണ് ഗീതയുടെ സാരം. അത് തന്നെയാണ് ഈ വ്യാധൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അദ്ദേഹം ഇവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ഇത് ഈശ്വര നിശ്ചിതമായ കർമ്മമാണ്, ഈശ്വരദത്തമായ കർമ്മമാണ്. ഈ കർമ്മം ചെയ്യുന്നതിലൂടെ എനിക്ക് പ്രയത്നിച്ച ഗുരു വൃദ്ധവും ശുശ്രൂഷകം ദൈവോത്തമ, ഈ ജോലി ചെയ്തിട്ടുണ്ടാകുന്ന ആ ധനം കൊണ്ടാണ് ഞാൻ എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള വൃദ്ധന്മാരായിട്ടുള്ള അച്ഛനമ്മമാരെ ശുശ്രൂഷ ചെയ്യുന്നതും. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. സത്യം വധേ അഭ്യസൂയ, ഞാൻ ആരുടെയും ദോഷം കണ്ടെത്തി പറയാറില്ല. യഥാശക്തി ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ദേവന്മാരെയും അതിഥികളെയും ഭക്തന്മാരെയും കൂട്ടിയ ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. ദേവയജ്ഞവും അതിഥിയജ്ഞവും ഒക്കെ ചെയ്യാറുണ്ട്. നരയജ്ഞം ഭൃത്യന്മാർക്ക് പോലും ഭക്ഷണം കൊടുത്തിട്ടേ കഴിക്കാറുള്ളൂ. വിഘസാശി എന്ന് പറയും, നമ്മുടെ ശാന്തി പർവ്വത്തിൽ അങ്ങനെ ഒരു പദം പറയും, വിഘസാശി. ഈ വിഘസാശി എന്ന് വെച്ചാൽ സ്വന്തം ഗൃഹത്തില് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അതിഥികള്, ജീവജാലങ്ങള്, അതുപോലെ ഭൃത്യന്മാര്, ഇവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന, അതിനുശേഷം ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുന്നവരെയാണ് വിഘസാശി എന്ന് മഹാഭാരതം പറയും. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യജ്ഞമാണ് എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. അപ്പൊ ആ പദം ഇവിടെ പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ധർമ്മവ്യാധൻ ഒരു വിഘസാശിയാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അതൊക്കെ അദ്ദേഹം ചെയ്യുന്ന ധർമ്മങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആരെയും അമിതമായി പുകഴ്ത്താറില്ല, അമിതമായി നിന്ദിക്കാറുമില്ല. ഇത് ഞാൻ വളരെ കാലമായിട്ട് നിർവഹിച്ചു വരുന്ന ഒരു ധർമ്മമാണ്. അങ്ങക്ക് അറിയാവുന്നതാണ്. കൃഷി ഗൗരക്ഷ വാണിജ്യം ഇഹ ലോകസ്യ ജീവനം ദണ്ഡനീതി സ്ത്രീതി വിദ്യ തേന ലോകോ ഭവത്യുത. കൃഷി, ഗോരക്ഷ, വാണിജ്യം, ദണ്ഡനീതി, ത്രയീവിദ്യ, ഇതൊക്കെയാണ് ആളുകൾക്ക് ഉപജീവനമായിട്ട് ഇവിടെ സ്വീകരിക്കാവുന്ന മാർഗം. വൈശ്യന്മാരെ ചെയ്യുന്ന കൃഷി, ഗോരക്ഷ, വാണിജ്യം. ബ്രാഹ്മണർക്ക് ചെയ്യാവുന്ന ത്രയീവിദ്യ. ത്രയീവിദ്യ എന്ന് വെച്ചാൽ 3 വേദങ്ങളിൽ നിന്നുണ്ടാകുന്ന ശാസ്ത്ര പഠനം. ദണ്ഡനീതി ബ്രാഹ്മണർ പഠിക്കുകയും ചെയ്യണം. ക്ഷത്രിയന്മാർ ഈ ദണ്ഡനീതി പ്രയോഗിക്കുന്ന ആളുകളാണ് ക്ഷത്രിയന്മാർ. ഇതൊക്കെയാണ് ഉപജീവനത്തെ വേണ്ടി സ്വീകരിക്കേണ്ട മാർഗം എന്ന് അങ്ങക്ക് അറിയാമല്ലോ. കർമ്മശൂദ്രേ കൃഷിർ വൈശ്യേ സംഗ്രാമ ക്ഷത്രിയേ സ്മൃത. ശൂദ്രന്മാർക്ക് സേവന കർമ്മങ്ങളും വൈശ്യന്മാർക്ക് കൃഷി മുതലായിട്ട കർമ്മങ്ങളും ക്ഷത്രിയന്മാർക്ക് യുദ്ധം ചെയ്യുക, ബ്രാഹ്മണർക്ക് ബ്രഹ്മചര്യം, മന്ത്രപാഠങ്ങള്, സത്യം മുതലായിട്ട കാര്യങ്ങൾ ബ്രാഹ്മണന്റെയും ധർമ്മം എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ മിഥിലാപുരി ഭരിക്കുന്ന രാജാവ് ജനക മഹാരാജാവാകട്ടെ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവാണ്. ഈ ബ്രാഹ്മണർ അവരുടെ ധർമ്മം, ക്ഷത്രിയന്റെ ധർമ്മം, വൈശ്യൻ, ശൂദ്രൻ, ഓരോരുത്തരും അവരവരുടെ ധർമ്മം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രാജാവാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സയേഷ ജനകോ രാജ ദുർവൃത്തമപി ചേ സുതം ദണ്ഡ്യം ദണ്ഡേ നിക്ഷിപതി തഥാ ഗ്ലാതി ധാർമ്മികം. അതായത് ഈ ജനക മഹാരാജാവ് സ്വന്തം മകനാണെങ്കിൽ പോലും ദുർവൃത്തം, ദുശ്ശീലവാനാണെങ്കിൽ, കുറ്റം ചെയ്യുന്നവനാണെങ്കിൽ, സ്വന്തം മകനാണെങ്കിൽ പോലും ശിക്ഷിക്കാൻ അദ്ദേഹം മടിക്കാറില്ല. അതുപോലെ ധാർമ്മികന്മാരായിട്ട് ആളുകൾക്ക് ഒരു തരത്തിലുള്ള ദുഃഖം ഉണ്ടാകാൻ അദ്ദേഹം അനുവദിക്കുകയും ചെയ്യില്ല. അങ്ങനെയുള്ള ധാർമ്മികനായ രാജാവാണ്, ജനക മഹാരാജാവാണ് ഇവിടെ ഭരിക്കുന്നത്. അദ്ദേഹം എല്ലാം ധർമ്മത്തിന്റെ കണ്ണിലൂടെ കാണും. അങ്ങനെ ഈ രാജ്യത്തിന് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അദ്ദേഹം ഉണ്ടാക്കി വരികയാണ്. അങ്ങനെ രാജാനൗഹി സ്വധർമ്മേണ ശ്രീമിച്ഛന്തി ഭൂയസീം സർവേഷാമേവ വർണ്ണാനം പ്രാതാ രാജാ ഭവത്യുത. ചാതുർവർണ്ണികന്മാരായിട്ടുള്ള സകല ജനങ്ങൾക്കും ഒരുപോലെ അവരുടെ ഹിതം നോക്കിയിട്ട് അവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം രാജാവ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വധർമ്മം ഇവിടെ ചെയ്യാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ട്. അതിന് വേണ്ട സുരക്ഷയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാനാകട്ടെ ഈ മൃഗങ്ങളെ വെട്ടി നുറുക്കി വിൽക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ് ചെയ്യുന്നത്. മൃഗങ്ങളെ ഞാൻ കൊല്ലാറില്ല, അത് അദ്ദേഹം പറയുന്നു.
അതുപോലെ ഞാൻ മാംസം ഭക്ഷിക്കാറുമില്ല. അതാണ് പരേണഹി ഹതാൻ ബ്രഹ്മൻ വരാഹ മഹിഷാൻ അഹം നസ്വയം ഹന്മി വിപ്രർഷേ വികീർണാമി സദാത്വഹം. ഞാൻ മറ്റുള്ളവരെ കൊന്നിട്ട് കൊണ്ടുവന്ന ആ ഈ പോത്തിനെയും പന്നിയെയും ഒക്കെ വെട്ടി മുറിച്ച് വിൽക്കുക എന്ന കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. എന്നാ ഭക്ഷയാമി മാംസാനി ഋതുഗാമി. ഞാൻ മാംസം കഴിക്കാറില്ല. ഞാൻ ഋതുഗാമിയാണ്. ഋതുഗാമി എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ശകുന്തളോപാഖ്യാനത്തിൽ നമ്മളിവിടെ പറഞ്ഞ കാര്യമാണ്. അതായത് ഋതുസ്നാനം ചെയ്ത പത്നിയിൽ ഗമനം ചെയ്യുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അതായത് നമ്മൾ ആ ശരീരധർമ്മമാണ് ഋതുക്ക. സ്ത്രീയുടെ ഋതുകാലം എന്ന് പറയുന്നത് അവളുടെ ശരീരം ഒരു അണ്ഡം ഒരു പുരുഷബീജവുമായിട്ട് യോജിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ മാത്രം പത്നിയുമായി ശരീര സംസർഗം ചെയ്യുക എന്നുള്ളതാണ് ഋതുഗാമി എന്നുള്ള ആ ഗൃഹസ്ഥന്റെ സ്വഭാവം. സദോപവാസി തഥാ നക്തഭോജി സദാ. ഞാൻ പകൽ സമയത്ത് മുഴുവനും ഉപവാസം ഇരിക്കും, എന്നിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കും. ഈ റംസാൻ കാലത്തൊക്കെ മുസ്ലിം സഹോദരന്മാർ ചെയ്യുന്ന പോലെയുള്ള ഒരു വ്രതമാണ് ഈ വ്യാധനം ചെയ്യുന്നത്. പകല് ഉപവാസവും, കാരണം ഈ മൃഗങ്ങളെ വെട്ടി നുറുക്കുകയല്ലേ. അപ്പൊ അദ്ദേഹം അങ്ങനെ വല്ല പാപവും വരുന്നുണ്ടെങ്കിൽ ആ പാപത്തെ പോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൃത്യമായ തപശ്ചര്യയിലൂടെ പോകുന്നു. ഗുരുപാസന ചെയ്യുന്നു, ഈശ്വരോപാസന ചെയ്യുന്നു, ഉപവാസം എടുക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഘോരമെന്ന് തോന്നുന്ന ഈ കൃത്യം അദ്ദേഹം ചെയ്യുന്നത്. അതാണ് അദ്ദേഹം തന്റെ ജീവിത ചര്യകളെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തു. അതുപോലെ ഈ മിഥിലാപുരിയിൽ ഒക്കെ തന്നെ എല്ലാവരും അവരവരുടെ ധർമ്മം അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്. നച കാമാന്ന സംരംഭന്ന ദ്വേഷ ധർമ്മമുത്സൃജേത്. ധർമ്മത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കാരണവശാലും നമ്മൾ ധർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. കാമം കാരണമായിട്ടോ അതുപോലെ ക്രോധം കാരണമായിട്ടോ ദ്വേഷം കാരണമായിട്ടോ ധർമ്മത്തെ ഉപേക്ഷിക്കരുത്. വേദവ്യാസൻ മഹാഭാരതത്തിന് അവസാനം പറയുന്നുണ്ട്, ജാതുകാമെന്ന ഭയാന്ന പുരോഷാ ധർമ്മം തജേ ജീവിതസ്യാപി ഹേതോഹോ ധർമ്മോ നിത്യ സുഖദുഃഖേ ത്വനിത്യേ യുവോ നിത്യ ഹേതുരസ്യ ത്വനിത്യ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ലോഭം കൊണ്ടോ ഒന്നും തന്നെ നമ്മൾ ജീവിതത്തിന് വേണ്ടി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും നമ്മൾ ധർമ്മത്തെ ഉപേക്ഷിക്കരുത് എന്ന കാര്യമാണ്. അതാണ് ധർമ്മവ്യാധനം ഇവിടെ പറയുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നു, പ്രിയേ നാതിഭൃശം ഹൃഷ്യേത് അപ്രിയേ നച സഞ്ജ്വരേത് നമുഷ്യേത് അർത്ഥകൃത്സ്രേഷു നജധർമ്മം പരിത്യജേൽ. ധർമ്മവ്യാധന്റെ ഈ ആദ്യ ഭാഗത്തുള്ള ഓരോ വരികൾ, ഓരോ വാക്യങ്ങളും നമ്മൾ എഴുതി വെക്കേണ്ട വാക്യങ്ങളാണ്, എഴുതി വെക്കേണ്ട സൂക്തങ്ങളാണ്, സുഭാഷിതങ്ങളാണെന്ന് കാണുന്നത്. അത് എല്ലാ കാലത്തും നമ്മൾ അനുസരിക്കേണ്ടതായ, അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പ്രിയേ നാദിഭൃശം ഹൃഷ്യേത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ അതിൽ അമിതമായി സന്തോഷിക്കാൻ പാടില്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ അമിതമായിട്ട് നമ്മൾ ദുഃഖിക്കാനും പാടില്ല. അർത്ഥകൃത്സ്രേഷു നമുഹ്യേത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അതിൽ നമ്മൾ മോഹിച്ചു പോകാൻ പാടില്ല. അതിൽ നമ്മൾ പരിസരം മറന്ന് സ്വയം മറന്ന് എന്തെങ്കിലും പെരുമാറാൻ പാടില്ല. നയധർമ്മം പരിത്യജി. ധർമ്മത്തെ ഉപേക്ഷിക്കാനും പാടില്ല. ഒരു തെറ്റ് വന്നാൽ എന്ത് ചെയ്യും? അറിഞ്ഞോ അറിയാതോ നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ അദ്ദേഹം പറയുന്നു, അത് നമ്മൾ പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇങ്ങോട്ട് ആരെങ്കിലും പാപം ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ അതിന് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കരുത്. ഇതാണ് അദ്ദേഹം ചെയ്യുന്ന ധർമ്മോപദേശത്തിന്റെ ആദ്യ ഭാഗം. പിന്നെ അദ്ദേഹം പറയുന്നു, ഈ ഒരു മനുഷ്യന്റെ ധർമാനുഷ്ഠാനത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. നല്ലോകെ രാജ്യത്തെ മൂർഖ കേവല ആത്മപ്രശംസയാ അഭിജേഹ ശ്രിയാഹീന കൃതവിദ്യ പ്രകാശത്തെ. അത് നമ്മൾ എഴുതി വെക്കേണ്ട ഒരു സുഭാഷിതമാണ്. ഒരിക്കലും ഒരു വിഡ്ഢിയായ മനുഷ്യൻ സ്വയം ആത്മപ്രശംസ ചെയ്തത് കൊണ്ട് മാത്രം ഈ ലോകത്ത് ശോഭിക്കുകയില്ല. അതേസമയത്ത് ഒരു തരത്തിലും ശ്രീ ഇല്ലാത്തവന്, സൗന്ദര്യമില്ലാത്തവനായ ഒരാൾ, കണ്ടാൽ ഒരു ഒട്ടും നന്നല്ലാത്ത ഒരാള്
കൃതവിദ്യനാണെങ്കിൽ, വിദ്യ നേടിയവനാണെങ്കിൽ അവൻ ഈ ലോകത്തിൽ പ്രകാശിക്കും. ഇത് മഹാഭാരതത്തിൽ അവിടെ ഇവിടെയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഒരു സദ്വാക്യം പറഞ്ഞാൽ അത് ലോകമെങ്ങും മുഴങ്ങിക്കേൾക്കുന്നതാണ്. ഇദ്ദേഹത്തെ ഒരു അധാർമികമായിട്ട് അസത്യവാക്യം, ലോകത്തെ നിന്ദിക്കുന്നതായ, അന്യനെ നിന്ദിക്കുന്നതായ ഒരു ദുർവാക്യം ആരെങ്കിലും ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് ഉറക്കെ കൂവി വിളിച്ചാലും അത് പെട്ടെന്ന് അത് അവസാനിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു മലയിൽ തട്ടിയിട്ട് അത് അവിടെ അവസാനിക്കും, അല്ലെങ്കിൽ എവിടെയോ ചെന്ന് അത് ലയിക്കും, ആകാശത്തിൽ ചെന്ന് ലയിക്കും. പക്ഷേ ഒരു ഗഹ്വരത്തിന്, ഒരു ഗുഹയ്ക്കകത്ത് അടച്ചിരുന്നിട്ട് ഒരാൾ ഒരു സദ്വാക്യം പറഞ്ഞാൽ ആ സദ്വാക്യത്തിന്റെ അലകൾ, അതിന്റെ തരംഗങ്ങൾ ലോകമാകെ നന്മ പരത്തിക്കൊണ്ടിരിക്കും. വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സത്യമെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യം നമ്മൾ ധൈര്യസമേതം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ സത്യത്തിന് ആ സത്യവാക്യത്തിന് ഒരു മന്ത്രത്തിന്റെ ശക്തി ഉണ്ടാകും. അത് ലോകത്തിനെ ശുദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത്തരം ചില ആശയങ്ങൾ മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കാലത്തും നമുക്ക് അനുസന്ധാനം ചെയ്യേണ്ടുന്നതായ ചില തത്വങ്ങളാണ് ഈ ഇത്തരം വരികളിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള നിരവധി വാക്യങ്ങൾ ഇദ്ദേഹം പറയുന്നു. ഇങ്ങനെ ധർമ്മവ്യാധന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ ബ്രാഹ്മണൻ വളരെയധികം സന്തോഷിച്ച് അദ്ദേഹം ചില സംശയങ്ങൾ ചോദിക്കുന്നു. അതിന് അദ്ദേഹം മറുപടി പറയുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളത് പാപം കൃത്വാഹി മന്യേത നാഹമസ്മീതി പൂരുഷ തന്തു ദേവാ പ്രപശ്യന്തി സ്വസൈവ അന്തരപൂരുഷ. ഇതും ഒരു നല്ല സൂക്തമാണ്. പാപം ചെയ്തിട്ട് ഒരാൾ വിചാരിക്കുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്നൊരാൾ പറയുന്നു, അല്ലെങ്കിൽ സ്വയം കരുതുന്നു. അതുകൊണ്ട് കാര്യമില്ല. കാരണം ആ വ്യക്തി പാപം ചെയ്യുന്നത് ദേവന്മാര് കാണുന്നുണ്ട്, അവനവന്റെ ഉള്ളിലുള്ള ആന്തരികനായ പുരുഷനും കാണുന്നുണ്ടെന്നാണ്. ദേവന്മാർ നമുക്ക് ചുറ്റുമുണ്ട്, പ്രകൃതി ശക്തികളായിട്ട്, വൃക്ഷങ്ങളായിട്ടും ജീവജാലങ്ങളായിട്ടും, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം മുതലായിട്ടുള്ള ഭൂതജാലങ്ങളായിട്ടും ഒക്കെ തന്നെ നമുക്ക് ചുറ്റും ദേവന്മാർ നിൽക്കുന്നു. ആ ദേവന്മാര് നമ്മൾ ചെയ്യുന്ന പാപകർമ്മം കാണുന്നുണ്ട്. പോരാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനും, പുരുഷൻ, പുരേ അസ്മൻ ശയാനഹ പുരുഷ. പുരുഷൻ എന്ന് വെച്ചാൽ ശരീരമാകുന്ന ഈ പുരത്തിൽ ശയിക്കുന്നവനായ ആ ജീവ ചൈതന്യം, ആ ജീവാത്മാവ്, ആ പുരുഷൻ നമ്മൾ ചെയ്യുന്ന ആ പാപകർമ്മങ്ങളെയും പുണ്യകർമ്മങ്ങളെയും എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു സാക്ഷിയായിട്ട്. അപ്പൊ രണ്ട് സാക്ഷി കണ്ടു, ഒന്ന് അകത്തുകൊണ്ട് ഒന്ന് പുറത്തുകൊണ്ട്. അതുകൊണ്ട് പാപം ചെയ്തിട്ട് ഇതാരും കണ്ടില്ല എന്ന് കരുതിയിട്ട് കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയെ പോലെ നമ്മൾ പാപം ചെയ്തിട്ട് ചെയ്താലും നമുക്ക് അതിന്റെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. പാപം ചെയ്യാനുള്ള അടിസ്ഥാനം എന്താണ്? ലോഭമാണ് പാപങ്ങൾക്ക് അടിസ്ഥാനം. ശാസ്ത്രം പഠിക്കാത്ത ആളുകൾ തന്റെ ലോഭം കൊണ്ട് പാപം ചെയ്തു കൂട്ടുന്നു. തുടങ്ങിയ ധർമ്മം, അധർമ്മം തുടങ്ങിയ കാര്യങ്ങളുടെ രഹസ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ കൗശിക ബ്രാഹ്മണൻ അദ്ദേഹത്തോട് ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. ആ സംശയങ്ങളിൽ ഒന്ന്, ശിഷ്ടാചാരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നിത്യേനയുള്ള ആചാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആചരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, പറഞ്ഞു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ ധർമ്മവ്യാസന്റെ മറുപടിയായിട്ട് ശിഷ്ടാചാരങ്ങൾ പറഞ്ഞു. ശിഷ്ടാചാരങ്ങളിൽ 5 കാര്യങ്ങൾ ശിഷ്ടാചാരങ്ങൾ വെച്ച് പവിത്രമാണ്. യജ്ഞം, ദാനം, തപസ്, വേദം, സത്യം. ഇതാണ് 5 ശിഷ്ടാചാരം പവിത്രമായിട്ടുള്ളത്. യജ്ഞകർമ്മങ്ങൾ, ദാനം ചെയ്യുക, തപസ്, വേദം അതായത് അറിവ് നേടുക, സത്യം, അറിവ് നേടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രയോഗപരമായിട്ടുള്ള കാര്യമാണ് സത്യത്തെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. അതുപോലെ ഈ ശിഷ്ടാചാരത്തിന്റെ നിരവധി വളരെ നല്ല നല്ല സൂത്രപരമായിട്ടുള്ള വാക്യങ്ങൾ, മനോഹരമായിട്ട് ചില വാക്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കുഞ്ഞുകുട്ട തമ്പുരാന്റെ തർജ്ജമ വായിക്കുമ്പോൾ ചില ശ്ലോകങ്ങളൊക്കെ നമുക്കത് മനസ്സിലാവും. ചില ശ്ലോകങ്ങൾ മലയാളമാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ചില ശ്ലോകങ്ങളോട് വായിക്കാം. ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല, കാരണം നമ്മുടെ സമയം പരിമിതമാണ്. ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. യജ്ഞം, ദാനം, തപം, വേദം, സത്യവും ദ്വിജസത്തമ പവിത്രങ്ങൾ ഇത് 5 ശിഷ്ടാചാരത്തിൽ നിത്യവും
കാമം ക്രോധം ദംഭമാനാർജവവും വെന്നു കേവലം ധർമ്മമെന്നോർത്തു നിന്ദിപ്പോൾ ശിഷ്ടസമ്മതർ ശിഷ്ടരാം. കുറച്ച് ലളിതമായ ശ്ലോകങ്ങളാണ് ഇതൊക്കെ. പക്ഷെ കുഞ്ഞുകുട്ടൻ നമ്പ്യാരുടെ ചില ശ്ലോകങ്ങൾ സംസ്കൃത ശ്ലോകങ്ങളെക്കാൾ കുറച്ച് കഠിനമാണ്, ക്ലിഷ്ടമാണ്. ചിലതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. നല്ലൊരു സൂക്തം ഇവിടെ പറയുന്നത്, വേദത്തിൻ കാതലാം സത്യം, സത്യത്തിൻ കാതലാം ദമം, ദമത്തിൻ കാതലാം ത്യാഗം, ശിഷ്ടാചാരത്തിൽ നിത്യവും. അത് കാതൽ എന്നുള്ള വാക്ക് വ്യാസൻ പറഞ്ഞിരിക്കുന്ന പദം ഉപനിഷത്ത് നിന്നാണ്. വേദസ്യോപനിഷത് സത്യം, സത്യസ്യോപനിഷത് ദമ എന്നാണ് ആ ശ്ലോകം. വേദസ്യോപനിഷത് സത്യം, സത്യസ്യോപനിഷത് ദമ, ദമസ്യോപനിഷത് ത്യാഗ, ശിഷ്ടാചാരേഷു നിത്യത. വേദത്തിന്റെ ഉപനിഷത്താണ് സത്യം, സത്യത്തിന്റെ ഉപനിഷത്താണ് ദമം, ദമത്തിന്റെ ഉപനിഷത്താണ് ത്യാഗം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വ്യാസൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ധർമ്മവ്യാസൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ കുഞ്ഞുകുട്ടി തമ്പൻ തർജ്ജമ ചെയ്ത സമയത്ത് ആ ഉപനിഷത്ത് എന്ന പദത്തിന്റെ ആ ഒരു ധ്വനി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം തർജ്ജമ ചെയ്തത്. വേദത്തിൻ കാതലാം സത്യം, വേദത്തിന്റെ അടിസ്ഥാനമായ കാര്യം കാതലായിരിക്കുന്നത് സത്യം എന്നുള്ളതാണ്. അതുപോലെ സത്യത്തിന്റെ കാതൽ എന്താണ്? ദമം എന്ന് വെച്ചാൽ നമ്മുടെ മനോനിയന്ത്രണം. ദമത്തിൻ കാതലാം ത്യാഗം, ദമം അല്ലെങ്കിൽ മനോനിയന്ത്രണത്തിന്റെ കാതലായിരിക്കുന്ന കാര്യം നമ്മൾ സുഖത്തെ ത്യജിക്കുക എന്നുള്ള സുഖത്യാഗമാണ്. ഇതൊക്കെ നിത്യവും ശിഷ്ടാചാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ആർക്കാണ് ഈ ശിഷ്ടാചാരം അനുഷ്ഠിക്കാൻ സാധിക്കുക? പരയാം ബുദ്ധിയും വെല്ലും ശിഷ്ടാചാരം എന്നവൻ ഗുരുവിൻ കീഴിൽ നിൽക്കുന്നവൻ നൽകാൽ ധർമ്മദർശികൾ. മര്യാദ വിട്ടഴും ക്രൂരർ പാപബുദ്ധികൾ നാസ്തികർ ഒഴിക്കുക അവരെ ജ്ഞാനം പൂണ്ടു ധാർമ്മിക സേവയാൽ. മര്യാദയില്ലാത്തവരും പാപബുദ്ധികളും നാസ്തികരുമായ ആളുകളുമായിട്ടുള്ള കൂട്ട് നമ്മൾ ഉപേക്ഷിക്കണം, അവരുമായിട്ടുള്ള സംഘം നമ്മൾ ത്യജിക്കണം. കാരണം ഈ അധാർമികന്മാരുടെ കൂടെ നിൽക്കുന്നവർക്കും ഈ അധർമ്മ വാസന ഉണ്ടായിരിക്കും, അവർ അധർമ്മം അറിയാതെ ചെയ്തു പോവുകയും ചെയ്യും. ധർമ്മത്തിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യം അഹിംസയാണ് എന്ന് പറയുന്നത്. അഹിംസ സത്യം പറക സർവഭൂതഹിതം പരം, അഹിംസയോ പരം ധർമ്മം അതോ സത്യത്തിൽ നിൽപ്പതാം. അത് നല്ലൊരു സൂക്തമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു നല്ലൊരു വരിയാണ്, കാമലോഭ ഗൃഹാകീർണം പഞ്ചേന്ദ്രിക ജലാം നദീം നാവം ധൃതിമയീം കൃത്വ ജന്മദുർഗാണി സന്തർ. കാമവും ലോഭവുമാകുന്ന മുതലകളോട് കൂടിയതും പഞ്ചേന്ദ്രിയങ്ങൾ 5 ഇന്ദ്രിയങ്ങളാകുന്ന വെള്ളത്തോട് കൂടിയിട്ടുള്ള നദിയെ ധൃതിയാകുന്ന, അതായത് നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ അടക്കുന്ന ഈ ആത്മനിയന്ത്രണം എന്ന് പറയാം, ആത്മനിയന്ത്രണമാകുന്ന തോണിയിൽ കയറിയിട്ടാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്. അങ്ങനെ നിരവധി മനോഹരമായിട്ടുള്ള ധർമ്മതത്വങ്ങൾ അദ്ദേഹം ഇവിടെ പറയുന്നു. ശിഷ്ടാചാരത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറയുന്നു. സർവഭൂത ദയാവന്തഃ അഹിംസാനിരതാഹ സദാ. അഹിംസ എന്ന് പറയുന്ന ആ തത്വം, സത്യം എന്ന് പറയുന്ന സത്യം അഹിംസ, പിന്നെ സർവഭൂത ദയ, സർവ ജീവജാലങ്ങളോടും ദയ തോന്നുക എന്നുള്ള കാര്യം, ആരോടും പരുഷമായിട്ട് സംഭാഷണം ചെയ്യാതിരിക്കുക, ഇതൊക്കെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ശിഷ്ടാചാരത്തിന്റെ ഭാഗമാണ്. ചിലതൊക്കെ ചില സൂത്രങ്ങൾ പോലെയാണ്. ത്രീണ്യേപതു പദാന്യാഹു സദാം വ്രതമനുത്തമ. സജ്ജനങ്ങളുടെ വ്രതം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ അധിഷ്ഠിതമാണ്. എന്താണ്? സജൈവ ദൃഹ്യേ ദദ്യാച്ച സത്യം ചെയ്വ സദാവതേ. സജൈവ ദൃഹ്യേത്, ആരെയും ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത്. ദദ്യാച്ച, ദാനം ചെയ്യുക, ആവശ്യമുള്ളവന് ആവശ്യമുള്ളത് കൊടുക്കുക. സത്യം ചെയ്വ സദാവതേ, എപ്പോഴും സത്യം പറയുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, എപ്പോഴും സത്യം പറയുക, ഇല്ലാത്തവന് നമ്മുടെ കയ്യിലെടുത്ത് കൊടുക്കുക. ഈ 3 കാര്യങ്ങളാണ് സജ്ജനങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 3 വ്രതങ്ങൾ എന്നാണ്. 3 അതിന്റെ പദങ്ങൾ, 3 അടിസ്ഥാന തത്വങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ശിഷ്ടാചാരത്തിന്റെ നിരവധി രഹസ്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നു. പിന്നെ അടുത്ത അധ്യായത്തിൽ ഇനി ഹിംസ, അതുപോലെ അഹിംസ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
പിന്നീട് ധർമ്മത്തിന്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ, ബ്രഹ്മപ്രാപ്തിയുടെ ഉപായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സത്സംഗത്തിന്റെ മാഹാത്മ്യം പറയുന്നു ഒരു അധ്യായത്തിൽ. പിന്നെ പഞ്ചമഹാഭൂതങ്ങളെ കുറിച്ചും ഗുണങ്ങളെ കുറിച്ചും ഇന്ദ്രിയ നിഗ്രഹം മുതലായിട്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സാഖ്യയോഗത്തിലും മറ്റും വരുന്ന ചില വിഷയങ്ങൾ വരുന്നു. പിന്നെ ത്രിഗുണങ്ങളുടെ കലർപ്പ് എങ്ങനെയാണ് എന്ന കാര്യം പറയുന്നു. പ്രാണശക്തിയുടെ വൈശിഷ്ട്യം പറയുന്നു. ഇങ്ങനൊരു 4-5 വിഷയങ്ങൾ ഇനി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏകദേശം ഇപ്പൊ സമയം ആയിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമായിട്ട് പരിഗണിക്കാം. എല്ലാവർക്കും സാദരം നമസ്കാരം. നന്ദി ഈശ്വരൻജി. ഇന്ന് അങ്ങയുടെ സംബന്ധിച്ച വിഷയം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ വെച്ച് തികച്ചും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു. കാരണം മറ്റ് വിഷയങ്ങളെ പറ്റിയൊക്കെ കുറച്ചെങ്കിലും ഒരു കേട്ടറിവ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ ഒരു വിഷയം അതാ ഒരു ഇറച്ചി വെട്ടുകാരന്റെ ഒരു ധർമ്മോപദേശം അധികം ആരും കേൾക്കാത്തതും അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നതിന് വളരെ നന്ദി ഈശ്വരൻജി. ഈ ഒരു വിഷയത്തിന്റെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ശാന്തി മന്ത്രത്തോടു കൂടി ഇന്നത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കാം. ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.